ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്യാമ. രാജസ്ഥാൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ജയ്പൂരിലെത്തി. രാജസ്ഥാൻ ഗവർണർ ഹരിഭാവു കിസാൻ റാവു ബാഗ്ഡെ, രാജസ്ഥാൻ ഉപമുഖ്യമന്ത്രി പ്രേംചന്ദ് ബൈർവ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. രാജസ്ഥാൻ സർവകലാശാലയുടെ 35ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന ഉപരാഷ്ട്രപതി ജയ്പൂരിലെ ഭഗവാൻ മഹാവീർ ക്യാൻസർ സെന്റർ സംഘടിപ്പിക്കുന്ന ക്യാൻസർ അതിജീവിതരുടെ കൂട്ടായ്മയിലും സംബന്ധിക്കും. പശ്ചിമബംഗാളിൽ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ കക്ഷികൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അമിത് ഷാ ജമാൽപൂരിലും ഹൌറയിലെ ശ്യാംപൂരിലും പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഹൂഗ്ലിയിൽ റാലികൾ നടത്തും. തൃണമൂൽ കോൺഗ്രസ് മേധാവിയും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയും പ്രചാരണ രംഗത്ത് സജീവമാണ്. പശ്ചിമബംഗാളിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന 44,376 പോളിംഗ് സ്റ്റേഷനുകളിൽ റീപോളിംഗ് ശുപാർശ ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നുവെന്നും കമ്മീഷൻ വിലയിരുത്തി. ആദ്യഘട്ടത്തിൽ 16 ജില്ലകളിലെ 152 മണ്ഡലങ്ങളിൽ 92.72% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. രണ്ടാംഘട്ട വോട്ടെടുപ്പ് ഈ മാസം 29-ന് നടക്കും. അതേസമയം തിരഞ്ഞെടുപ്പ് ജോലിക്കിടെ നിഷ്പക്ഷത പാലിക്കാത്തതിനും മോശം പെരുമാറ്റത്തിനും 5 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു. വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടന്ന തമിഴ്നാട്ടിലും റീപോളിംഗ് ശുപാർശ ചെയ്തിട്ടില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 234 നിയമസഭാ മണ്ഡലങ്ങളിലായി 85.15% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ വീക്ഷിക്കാനെത്തിയ ഭൂട്ടാൻ, ഈജിപ്ത്, മൌറീഷ്യസ്, മോൾഡോവ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ തമിഴ്നാട്ടിലെ പോളിംഗ് സ്റ്റേഷനുകൾ സന്ദർശിക്കുകയും വോട്ടെടുപ്പ് നടത്തിപ്പിനെ പ്രശംസിക്കുകയും ചെയ്തു. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇറാൻ US രണ്ടാംഘട്ട സമാധാന ചർച്ചകൾക്ക് വഴി തുറക്കുന്നതായി സൂചന. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഇന്നലെ ഇസ്ലാമാബാദിലെത്തി. പ്രാദേശിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് അരാക്ചി പാകിസ്ഥാനിലെത്തിയതെന്നും റിപ്പോർട്ടുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയും ആസൂത്രണം ചെയ്തിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യ വക്താവും അറിയിച്ചു. അതേസമയം ധാരണയിലെത്തുന്നതുവരെ ഇറാനിയൻ തുറമുഖങ്ങൾ ഉപരോധിക്കുന്നത് തുടരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 133ാം പതിപ്പാണിത്. ആകാശവാണിയിലും ദൂരദർശനിലും മൻ കി ബാത് തത്സമയം ലഭ്യമാകും. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയ കോന്നി, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, മൂന്നാർ എന്നിവിടങ്ങളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകി. ചൂടിന് ശമനമില്ലാത്തതിനാൽ അംഗനവാടികളുടെ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ തീരുമാനിച്ചു. ഉഷ്ണതരംഗ സാഹചര്യം വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ അല്പസമയത്തിനകം ഓൺലൈനായി ഉന്നതതല യോഗം ചേരും. ശ്രീനാരായണ ഗുരു ദർശന പ്രചാരകനും ഗുരുകുലത്തിലെ അധ്യക്ഷനുമായിരുന്ന ഗുരു മുനി നാരായണ പ്രസാദ് അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സമാധി ചടങ്ങുകൾ വൈകുന്നേരം വർക്കല ഗുരുകുലത്തിൽ നടക്കും. കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് കൂടിയായ ഇദ്ദേഹത്തെ 2024 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. ഇന്ത്യൻ തത്വശാസ്ത്രം, വേദാന്തം തുടങ്ങിയ വിഷയങ്ങളിൽ മലയാളത്തിലും ഇംഗ്ലീഷിലുമായി 130-ലേറെ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. തൃശൂരിൽ ഇന്ന് പൂരവിളംബരം. നെയ്തലക്കാവിലമ്മയുടെ തിടമ്പുമേന്തി ഗജവീരൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തുറക്കും. നാളെയാണ് ചരിത്രപ്രസിദ്ധമായ തൃശൂർ പൂരം. മുണ്ടത്തിക്കോട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കിയും കുടമാറ്റത്തിന്റെ സമയം വെട്ടിക്കുറച്ചുമാണ് ഇത്തവണത്തെ തൃശൂർ പൂരം നടക്കുക. ശബരിമല സന്നിധാനത്ത് ക്ഷേത്രത്തിനു മുകളിലൂടെ